Praise the Lord. A very good morning to you all. May God bless everyone with a wonderful, supernatural, peaceful Monday. So we are entering into a new week. Hope all had a good week Hallelujah. Last week was good for you. You got many blessings from God. Hallelujah. Yes, it was a wonderful week for me. Hallelujah. Each day God is doing wonders in my life. Hallelujah. I'm very thankful to my God. Hallelujah. Roko Sakara Santara Suriba Siantara. You know that when we drink our water, especially you know that these days are very hot days and we used to take a lot of water to sustain our bodies. നമ്മൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം. നമുക്കറിയാം ഭയങ്കര ചൂടാണ്. ഹല്ലേലൂയ. The humidity is also very high. പക്ഷേ but when the water from the wells of salvation sustains our souls eternally, നമ്മുടെ സോള് സസ്റ്റെയിൻ ചെയ്യണേൽ നമുക്ക് ജീവജല നദിയിൽ നിന്ന് നമ്മൾ കുടിച്ചേ മതിയാവും. ആ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറക്കുന്നൊരു കാര്യം. നമ്മുടെ സോൾ അവിടെ ഇരിക്കുവാണ്. ഹലവശന്തരെ ഇറ്റ് ഹാസ് ടു ബി ഓരോ ദിവസവും അത് റിന്യൂ ചെയ്യപ്പെടണം. ജീവജല നദിയിൽ നിന്ന് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ സോൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓൾറെഡി ഇറ്റ് ഈസ് സേവ്ഡ്. ഹലവശന്തരെ റിഖാബസ്യാന്തര രസന്തരെ. So let me first, hallelujah, praise the God, sing a song and worship the Lord. And it's a real short message in Paran because hallelujah, as always I say I'm strained after other tongues prayer. Hallelujah. So let me give you a short message this morning that will change your life, that will bless your life, that will awaken you, that will arise you. Hallelujah. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അടയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അടയുവതേ. അന്നേരം മമ പോലസഖീതം ഒന്നായകലും മേലിൽ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അടയുവതേ. മാനം ധനമീ മഞ്ഞിൽ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മാനം ധരമീ മഞ്ഞിൽ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം നേരെ തരികില്ലറിക. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. Praise the Lord. പരിശുദ്ധ പിതാവ് ഈശ്വരന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തെ അടഞ്ഞു വരുന്ന ഡാരി ഹാലബസന്തരെ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ മോർണിംഗ്. ഡാരി കർത്താവെ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. കർത്താവെ മെസ്സേജിനെ അപ്പൻ്റെ തൃപ്പാത്തിൽ സമർപ്പിക്കുന്ന തമ്പുരാനടി എൻ്റെ നാവിലൂടെ സംസാരിച്ചാട്ടെ. മെസ്സേജ് വെക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഡാരി ഹൂറസ്യാന്തറാദ്യോടത്തെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്താട്ട് എല്ലാ മഹത്വവും ഡാരി ലെറ്റ് എവറിത്തിങ് ഷുഡ് ബി for your glory, Daddy. Haraba, forgive all our sins, wash us with your precious blood again, and Haraba Shantare, fill us with your strength. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും പകരുവാൻ സ്വർഗ്ഗ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Jesus. Thank you, Holy Spirit. So God has given us a wonderful promise that is from Isaiah 12:3. It says like this: with joy you will draw water from the wells of salvation. അല്ലേ? നമുക്കതിൻ്റെ മലയാളം വാക്കുകൂടി വായിക്കാം. ഹോറസ്യാന്തേ റിക്കോബസ്യ. അതിൻ്റെ മലയാളം വാക്ക് ഇപ്രകാരമാണ്: അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്ന് വെള്ളം
കോരും. ഹല്ലേലൂയ. റിഖാല ബസന്തരേ റിഖോറസ്യാന്തര. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ഇറ്റ്സ് എ വൈറ്റൽ ടു അസ് ബിക്കോസ് ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ എ സർവൈവൽ അല്ലേ. നമ്മൾ ഉപവസിക്കുമ്പോൾ പോലും നമ്മൾ വെള്ളം കുടിക്കാണ്ട് ഉപവസിക്കുന്നവരുണ്ട്. ഞാനും അങ്ങനെ ഉപവസിച്ചിട്ടുള്ളവരാണ് കേട്ടോ. പണ്ട്, ഇപ്പോഴല്ല, ഇപ്പം അങ്ങനെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പറ്റണില്ല. ഹല്ലേലൂയ. പണ്ട് വെള്ളം കുടിക്കാതെ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വി നീഡ് വാട്ടർ ഫോർ അവർ സർവൈവൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വി നീഡ് ടു ഡ്രിങ്ക് വാട്ടർ എവ്രി ഡേ. ഇപ്പോഴത്തെ ഈ ചൂട് ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ആക്ച്വലി എനിക്ക് തോന്നുന്നു 8 ലിറ്റർ വെള്ളമാണെന്ന് തോന്നുന്നു ഒരു ദിവസം കുടിക്കേണ്ടത്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അവർ ബോഡീസ് അല്ലേ. ഇൻ ദ സെയിം വേ അതുപോലെ തന്നെയാണ് നമ്മുടെ സാൽവേഷൻ ഈസ് നെസസറി ഫോർ അവർ എവ്രി ഡേ ലൈഫ്. ജസ്റ്റ് ബിക്കോസ് യു ഹാവ് ദ സാൽവേഷൻ എക്സ്പീരിയൻസ്. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ വെള്ളിയിൽ നിന്ന് കോരി കുടിക്കാണ്ടിരുന്നാൽ ദൈവമക്കളെ, അകത്ത് രക്ഷിക്കപ്പെട്ട ഇന്നർ മാൻ എങ്ങനെയാണ് വളരുന്നത്? നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നമുക്കറിയാം, അതിൻ്റെ അമ്മയുടെ പാല് കുടിക്കും. കുറച്ച് കഴിഞ്ഞ് അത് പതുക്കെ നമ്മൾ എന്താ പറയുക, ഒരു സെമി ഫ്ലൂയിഡായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കും അല്ലേ, കുറുക്കെന്നൊക്കെ പറയും. അത് അടിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മോളെ കുടിപ്പിക്കുന്ന കാര്യം. കാരണം അവർക്ക് ആ ഒരു, അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം സെർലാക്കും അമ്മയുടെ പാലും ഇതൊക്കെ തന്നെ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും ഇത് തന്നെയാണ് കുടിക്കണേ. മറ്റതൊക്കെ കുടിക്കണത് വളരെ റെയറായിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും അതനുസരിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ, അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന പോലെ നാടൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. കുറുക്കൊക്കെ കുടിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് നല്ല ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ രക്ഷയുടെ ഉറവയിൽ നിന്ന് നമ്മൾ ഡെയിലി കുടിക്കണം. കുടിച്ചില്ല എങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന് വളരാൻ കഴിയത്തില്ല. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കില്ലേ? നമ്മൾ 3 നേരമാണ് മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം അല്ലേ. ആ 3 നേരം നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്നാ പറ്റും? ഹാലബശന്തരേ റിക്കോറസ്യാന്തര ഓ റിക്കോറസ്യാന്തര ലീബശന്തരേ റിക്കോറസ്യാന്തര. അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ ഓറിബാസ്യാന്തര. നമ്മൾ എത്ര നേരം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഓരോ ദിവസവും, അതാണ് നമ്മളെ സഹായിക്കുന്നത്. പണ്ട് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എന്തുവാന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. ഇതെന്തുവാ ഈ പറയണേ? ദാറ്റ് മീൻസ് സാൽവേഷൻ, ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി. ഹൗ ടു ഡ്രോ ഫ്രം ദ വെൽസ് ഓഫ് സാൽവേഷൻ എന്നൊക്കെ പറയും ഇനിഷ്യൽ സ്റ്റേജസിൽ. അന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്. മീൻസ് കുറേ നാളൊക്കെ വചനമൊക്കെ ഒന്ന് കേട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് പിടികിട്ടി വരണേ. അറബശന്തരേറിക്കോ. നമുക്കിത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. സമരിറ്റൻ വിമൻ, ശമരിയ സ്ത്രീയുടെ കാര്യമാണ്. ഹു വാസ് തേഴ്സ്റ്റി. വെള്ളം എടുക്കാനായിട്ട് കിണറ്റിൽ പോയ കാര്യവും, ഷി വാസ് തേഴ്സ്റ്റി അല്ലേ, വെള്ളം എടുക്കാനായിട്ട് പോയി. ഷി വാസ് ഓൾസോ തേഴ്സ്റ്റി ഇൻ എ സ്പിരിച്വൽ ലൈഫ്. അവളുടെ ജീവിതത്തിൽ അവൾക്ക് എന്താ പറയുക, ദാഹം തീർക്കാനായിട്ട് ഒരു വഴിയും ഇല്ലാതിരുന്ന അവൾ ദാഹത്തോടെ അവിടെ നിന്നപ്പോൾ യേശു കർത്താവ് അവൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ദൈവമക്കളെ ആ വഴിയിലൂടെ വന്നത്. ഒരിക്കലും യഹൂദന്മാർ ആ വഴിയിലൂടെ പോകാത്തതാണ്. പക്ഷേ ഈ ശമരിയ നേടാൻ വേണ്ടി, ഈ ശമരിയക്കാരിയിലൂടെ ശമരിയ നേടാൻ വേണ്ടി യേശു കർത്താവ് ആ വഴിയിലൂടെ നടന്നു. നമ്മൾ ജോൺ 4:14 നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. The water Jesus offers will become a spring of water that wells up to eternal life. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം എടുത്ത് വായിക്കാം. ജോൺ 4. ആലവശന്തരെ. കാര്യം വചനം അറിഞ്ഞുകൂടാത്ത, ബൈബിൾ അറിഞ്ഞുകൂടാത്ത അനേക ആൾക്കാരുണ്ട്. അവർക്ക് വേണമല്ലോ. ഓരസ്യാന്തരേ കോശ. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ശ്രദ്ധിച്ചേ. ആൻഡ് ഹി മസ്റ്റ് നീഡ് ഗോ ത്രൂ സമരിയ. അതുവഴി പോകേണ്ടി വന്നു. പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ നടത്തിയതാണ് അതുവഴി.
അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. Then come to a city of Samaria, which is called Sychar, near to the parcel of ground that Jacob gave to his son Joseph. അവിടെ യാക്കോബിൻ്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. Now Jacob's well was there. Jesus therefore, being wearied with his journey, sat thus on the well, and it was about the 6th hour. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. That cometh a woman of Samaria to draw water. Jesus said unto her, Give me to drink. Hallelujah. അവൻ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. First disciples were gone away unto the city of to buy meat. Hallelujah. Thus said the women of Samaria unto him, How it is that thou being a Jew hast drink of me, which I am a woman of Samaria, for the Jews having no dealing with the Samaritans. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. ദൈവമക്കളെ, അന്നത്തെ കാലത്ത് ശമരിയക്കാരോട് യഹൂദന്മാർ നോക്കത്തില്ല, സംസാരിക്കത്തില്ല. അവരുടെ വഴിയിലൂടെ നടന്നാൽ പോലും ശമരിയക്കാർ മാറി നടക്കും. ആ വഴികളിലൂടെ ഒന്നാമത്തെ കാര്യം യഹൂദന്മാർ പോകത്തില്ല. അതാണ് സത്യം. അപ്പം അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറാഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഹല്ലേലൂയ. പിന്നെ ആ സ്ത്രീയോട് ചില കാര്യങ്ങൾ കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെ ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. The women said unto him, Sir, give me this water that I thirst not, neither come neither to draw. അപ്പം ഹാരവശന്തരെ ഉറേസിക്കോർ, അവളുടെ ഡീറ്റെയിൽസ് എല്ലാം യേശു കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീ അവനോട് ചോദിക്കുന്നു, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചിരുന്നു. നമസ്കരിക്കുന്ന സ്ഥലം യെരൂശലേമിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് പറഞ്ഞു. Then Jesus said unto her, Women, believe me, the hour comes when you shall neither in this mountain nor at Jerusalem worship the Father. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. ഞങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഓരസ്യാന്തരേറി കോറസ്യാന്തര. God is a spirit, and they that worship him must worship him in spirit and truth. ദൈവമക്കളെ, അല്ലാതെ നമ്മളൊരു വിഗ്രഹം ഉണ്ടാക്കി നമ്മുടെ മനസ്സിന് തോന്നുന്ന ഓരോ ദൈവമാണെന്ന് പറഞ്ഞ് കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനൊക്കെ മാലയിടുകയും ഹല്ലേലൂയ പല പൂജാകർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം പ്രസാദിക്കേണ്ടെന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ട സമയമാണ് നിങ്ങൾ കളയണേ നിങ്ങളൊന്ന് ഓർക്കുക. ബിക്കോസ് ഐ ഓൾസോ കെയിം ഫ്രം ദാറ്റ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഹല്ലേലൂയ നമ്മൾ എന്താ പറയുക, ഹുറാസി കോറസി അന്തരേബി കോറസി അന്തര, നമ്മൾ എന്ത് ദൈവമല്ലാത്ത, ദൈവം ഒരു സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ആ സ്പിരിറ്റായ ദൈവത്തെ നമ്മളൊരു വിഗ്രഹം ആണെന്ന് സങ്കല്പിച്ച് ഹാലവശന്തരെ കോറസ്യാന്തര നമ്മളതിനെ ഹല്ലേലൂയ തോറോ വോഷി കോറസ്യാന്തര അതിനെ വർഷിപ്പ് ചെയ്താൽ ഹല്ലേലൂയ എന്താകും? കർത്താവ് പ്രസാദിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ പുറപ്പാട് പുസ്തകം 10 കൽപ്പനകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ യു ഷുഡ് നോട്ട് മേക്ക് എനി ഐഡൽസ്, no graven image, neither rear up a standing image, neither shall you set up any image of stone in your land to bow down unto it, for I am the Lord your God. ഞാൻ എൻ്റെ മലയാളം കൊണ്ട് എടുത്ത് വായിക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം.
എക്സോഡസ് 23 ഹുറാസി കോറവസ്യാന്തറ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഹറബസ്യാന്തറ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും. നമ്മൾ എന്തിനാണ് ഈ ശാപം കൂട്ടിവെക്കുന്നത് മക്കളെ? ഉറാബാസി കാറാലാബശന്തരേറി കോസിയാന്തറ. എത്ര വട്ടം നമ്മൾ വചനം കേട്ടു. ഹാലവശി കോറസിയാന്തറ. കഴിഞ്ഞ ദിവസം ഹാലേലൂയ വിഷുവായിരുന്നു. ഹാലേലൂയ. എത്ര ദൈവമക്കൾ ഹാലേലൂയ. ഞാൻ ആരെയും കുറ്റം പറയുവല്ല. ഉറസ്യാന്തറ ആലവശന്തറ. ഐ ഓൾസോ കെയിം ഫ്രം ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആലവശി കോറസ്യാന്തറ. എത്ര പേർ ഹിന്ദു ഭവനങ്ങളിൽ അവർ വിളക്കിൽ വെച്ച് ആരാധിച്ച ആ വിഗ്രഹാർപ്പിതം കഴിച്ചു. എത്ര പേർ കഴിച്ചു? നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. കർത്താവ് തന്നേക്കണ കൽപ്പന എന്താ? ഹലബശി കോറബസ്യാന്തറ. നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു, നമ്മൾ ചർച്ചിൽ പോണു, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു, എന്നിട്ട് നമ്മളിതൊക്കെ ചെയ്താൽ നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വൺ. നമ്മൾ ദൈവത്തെ എന്തിനാ ദുഃഖിപ്പിക്കുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങുക. ഉദാര സന്തരെ. ഇത്ര വലിയ രക്ഷ കാൽവരി ക്രൂശിൽ ജീവനെ തന്ന് രക്തം തന്ന് ആ ചേറ്റ കുഴിയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തെ നമ്മൾ പരിഹസിക്കുവാണോ? ആർ വി? ഉരാലകശന്തര എറിക്കോസ്യാന്തരാരഭശന്തര. നിങ്ങൾക്ക് വിട്ടു തന്നേക്കുവാണെങ്കിൽ ആലോചിക്കാൻ. ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ പലർക്കും അത് ഊണ്ടടാവും. ഹാലഭശന്തര. പക്ഷെ സത്യം അതാണ് ദൈവമക്കളെ. എൻ്റെ കർത്താവ് വിഗ്രഹാരാധന വെറുക്കുന്നു. എൻ്റെ കർത്താവ് വിഗ്രഹാർപ്പിതം വെറുക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വീണ്ടും സാത്താൻ സേവിക്കുന്ന ഹാലേലിയ പലതും പോയി ഭക്ഷിച്ചിട്ട് ശത്രുവിൻ്റെ അറ്റാക്ക് വന്നിട്ട് നാളെ ദൈവസന്നിധിയിൽ വന്നിട്ട് നിങ്ങൾ കരയരുത്. God will say, you didn't obey me. Hallelujah. You didn't obey my command. Kudara Shantara. You opened the way for devil, and then now you are coming and crying in my hallelujah Rikaba Sandara to me. Urabala Shant. Did I say to go and eat all this? Did I say to you to go there and worship it, or take that halabashantara Riko Siandara? അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കരുതെന്ന് നമ്മളോട് വചനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിയാണ്, നമുക്ക് ഫ്രണ്ട്സ് റൗണ്ടിൽ നമുക്ക് പല ആൾക്കാരുണ്ട്. ശരിയാണ്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നമ്മൾ ഗൾഫിലായിരുന്നപ്പോൾ നമുക്കറിയാം ഹാലവശന്തരേറി കോസിയാന്തറ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. ഹല്ലേലൂയ. അവിടെ ഈ അറബ്സ് ഹറബശന്തരെ അവർ ഈ റംസാൻ സമയത്ത് വലിയ ഉണ്ടാവിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ ഉണ്ടാവില്ലേ സദ്യക്കൊക്കെ എടുക്കണേ, അതിൽ നിറയെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഫ്രീ ആയിട്ട് അവിടെയുള്ള വീടുകൾക്ക് കൊണ്ട് കൊടുക്കും. ഹാരബശന്തരെ റിക്കോസിയാന്തറാലബശന്തരെ. അതെല്ലാം ഊതിയിട്ടും ഒക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ, അതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഹല്ലേലൂയ. ധാരബശി കോറസ്യാന്തറ. ചിലപ്പോൾ ചിലരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണമില്ലാതെ ഏതോ ഭയങ്കര കാട് പോലത്തെ സ്ഥലത്ത് മീൻസ് ഒറ്റപ്പെട്ടു പോയി, സുവിശേഷ വേലയ്ക്ക് പോയത്. ഭക്ഷണം ഇല്ല, ഒന്നുമില്ല. അപ്പം എവിടുന്നോ ഫുഡ് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനൊരവസ്ഥയിൽ വന്നാൽ ദൈവത്തിനത് മനസ്സിലാവും. ആ ഫുഡ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കഴിക്കുക. ഹലവശന്തരെ. യു ഷുഡ് ഹലവശന്തരെ റിക്കോസ്യാന്തറ. ദൈവസന്നിധിയിൽ അത് വാഴ്ത്തി അത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കഴിക്കുക. ഹല്ലേലൂയ.
അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കെല്ലാം വീട്ടിൽ കർത്താവ് തന്നേക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും പോയി കഴിക്കരുതേ ദൈവമക്കളെ. ശത്രു നോക്കിയിരിക്കുക, ഏതൊരു വഴി കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറട്ടെ എന്ന് നോക്കിയിരിക്കുക. നമ്മളായിട്ട് അതിനെ വഴി തുറന്നത് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ ശത്രുവിൻ്റെ അറ്റാക്ക്, പോരാട്ടം, ബോണ്ടേജ്, മറ്റതാ മറിച്ചതാ, എന്നിട്ട് ദേവദാസന്മാരുടെ അടുത്ത് പോവും കെട്ടഴിക്കാനായിട്ട്. കെട്ടാരാ ഉണ്ടാക്കിയത്? ഉടാല ശന്തരെ റിക്കോസിയാന്തറ. നമ്മൾ വചനമറിയാന്നിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത കെട്ടാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിലിട്ട കെട്ടാണ്. ഉടാസ്യാന്തറ റിക്കോബസ്യാന്തറ. കഴിയുന്നതും മാക്സിമം ഞാൻ പറയുന്നത്, ഞാനുമൊക്കെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. എൻ്റെ ഫാമിലി ഉറബസ്യാന്തറ. എൻ്റെ വീട്ടിൽ കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാണ് ഞാനത് വിളമ്പുന്നത്. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാലും തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം, കഴിക്കാണ്ടിരിക്കാൻ ഞാൻ പറയില്ല. പക്ഷേ അത് ഞാൻ ചോദിക്കും. ഫസ്റ്റ് തിങ് ഐ വിൽ ആസ്ക് വെദർ ഇറ്റ് ഈസ് എന്താ പറയുക, പൂജയ്ക്ക് വെച്ചതാണോ, പൂജയ്ക്ക് വേണ്ടി നിങ്ങൾ വെച്ചിരുന്ന സാധനമാണോ ഈ തരുന്നതെന്ന് ഞാൻ ചോദിക്കും. നമ്മൾ ചോദിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ഇറ്റ്സ് ആർ റൈറ്റ്. പക്ഷേ നമ്മളെ അവർ പറ്റിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവരെ കർത്താവ് ശിക്ഷിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ചോദിക്കണം, ഇത് വിഗ്രഹാർപ്പിതമാണോ, വിളക്കിൽ വെച്ചതാണോ, അല്ലാത്തതാണോ. അല്ലാതെ ഒരു നെയ്ബർ നമുക്ക് ഫുഡ് തന്നാൽ നമ്മൾ സന്തോഷത്തോടെ കഴിക്കണം, നോ പ്രോബ്ലം. പക്ഷെ എന്ത് സാധനമാണെങ്കിലും ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം നിങ്ങളോട് എപ്പോഴേലും ഞാനത് ഷെയർ ചെയ്യാം. ആ കുഞ്ഞിന് ലൈഫ് ലോങ് അത് സിക്കായി കിടന്നതിൻ്റെ കാരണം അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവരുടെ ആ കുഞ്ഞിന് ഒരു സാധനം കൊണ്ട് ഫുഡ് കൊടുത്തതിന് ശേഷമാണ്. ഹല്ലേലൂയ. ദൈവമക്കളായ അവർക്ക് മനസ്സിലായില്ല, ഡോക്ടറാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഈ കുഞ്ഞിന് ആരെങ്കിലും കൊടുത്തോ, അതിനകത്ത് ഇന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു. ഹാലവശന്തരെ. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഞാൻ ഇന്ന് പെട്ടെന്ന് മെസ്സേജ് പറഞ്ഞ് നിർത്തി വെക്കാൻ നോക്കിയതാണ്. ഐ ആം ഓൾസോ ടയർഡ്. രാവിലെ എഴുന്നേറ്റു, ഇന്നലെ ഇച്ചിരി ഉറക്കം അത്ര അങ്ങോട്ട് ശരിയായില്ല, ഇവിടെ ഭയങ്കര ചൂടാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഇതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ലൈഫ് ലോങ് ആ പേരൻസ് അനുഭവിച്ച വേദന, ആ കുഞ്ഞനുഭവിച്ച വേദന നിങ്ങൾ ഓർക്കണം ദൈവമക്കളെ. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഫുഡ് വാങ്ങി കഴിക്കരുത്. സപ്പോസ് ഇഫ് യു ആർ ഈറ്റിംഗ് ദാറ്റ് ഫുഡ്, ജസ്റ്റ് പ്രേ. കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അത് പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ കഴിക്കാവൂ. നിങ്ങൾ എന്നോട് ദേഷ്യം ഉണ്ടാവും, ആയിക്കോട്ടെ. പക്ഷെ പല സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിരത്തി വെക്കാൻ ഞാൻ റെഡിയാണ്. ഹാലവശന്തരെ റിക്കോസ്യാന്തറ. ഇത് ഏറ്റവും കൂടുതൽ നടക്കണേ എവിടെയാണെന്നറിയാവോ? ഞങ്ങൾ ഹൈദരാബാദ് കുറേ നാളായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്തിരുന്നു, മൈറ്റിയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവിടെ ഇത് തന്നെ പരിപാടി. ആന്ധ്രയിൽ, ബാംഗ്ലൂരിലുണ്ട്, പിന്നെ എവിടെയുണ്ട്, കുറേ ഏരിയാസ് ഓഫ് തമിഴ്നാട്ടിലുണ്ട്. ഇങ്ങനെ ഒരു ഫാമിലി മറ്റൊരു ഫാമിലി നല്ലതാവുന്നത് സഹിക്കത്തില്ല, ഭയങ്കര ജലസായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഹാലയിൽ എത്ര ടാക്സ് എന്നറിയാം, എത്ര ടാക്സ്. ഞങ്ങളവിടെ ഹൈദരാബാദ് ആയിരുന്നപ്പം അവിടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുടാരസ്യാന്തര. സമയം വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും പരിശുദ്ധാത്മാവ് അതെൻ്റെ ഉള്ളിൽ തന്നുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ആ പ്രെയറിന് നമ്മൾ പോകുമായിരുന്നു. ഡോക്ടേഴ്സിന് മാത്രമുള്ളൊരു പ്രെയർ ഗ്രൂപ്പായിരുന്നു. ഹല്ലേലൂയ. അവിടെ ആ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ അപ്പച്ചനെ എന്തോരം ഭൂതങ്ങൾ അലറി ഓടുന്നത്. ഹാലവശന്തരെ റിക്കോസ്യാന്തറ. അപ്പം ആ പാസ്റ്റിനോട് ഞാൻ അന്ന് എനിക്ക് എത്ര ഏജ് വരും, ഒരു 24-25 ഒക്കെ വരത്തുള്ളൂ ഏജ് അന്ന്. അന്നെൻ്റെ കുഞ്ഞ് അന്ന് ആ പാസ്റ്റിനോട്, എനിക്കൊന്നും അറിയത്തില്ല, അന്ന് വചനം അറിയത്തില്ല, രക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അന്ന് ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എന്നാ ഇതെന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഈ സ്ഥലത്തെ മെയിൻ പ്രശ്നം ഇതാണ്, ഒരാൾ വേറൊരാൾ നന്നാവുന്ന ഇഷ്ടമല്ല, പല രീതിയിലും ഇങ്ങനെ ഫാമിലീസിനെ നശിപ്പിക്കാൻ ഓരോന്ന് ചെയ്യും. ഇപ്പം ഇവിടെ ഈ ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ടാണ് അവരെടുത്തേക്കണേ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലൊരു ഗ്രൗണ്ടിലാണ് അവർ ഈ പ്രെയർ നടത്തണേ. കുറേ ആൾക്കാരാണ്, ഭയങ്കര
ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദേവദാസനാണ്. ഈസ് എ സർജൻ, വലിയൊരു ഹോസ്പിറ്റലിൻ്റെ സർജനാണ്. ഈസ് എന്താ പറയുക, കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എത്ര വർഷമായിരുന്നു നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. അവിടെ ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഈ സ്ത്രീകൾ, കുട്ടികൾ, ആൾക്കാരൊക്കെ കിടന്നങ്ങ് ഉരുളുക, അലറുക സ്റ്റേജിൽ ഈ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ. അന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു, വി ഷുഡ് ബി വെരി കെയർഫുൾ. അന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അന്നേ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളരെ സൂക്ഷിക്കണം, നമുക്ക് പരിചയമില്ലാത്തടത്ത് ഫുഡ് കഴിക്കാൻ വിടരുത്. എൻ്റെ കുഞ്ഞ് ഫ്രണ്ട്സിനോട് പുറത്ത് പോയാലും ഞാൻ എപ്പോഴും പറയും, മോളെ ബി വെരി കെയർഫുൾ. കർത്താവുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുണ്ട്, ദൂതന്മാർ നമ്മളോടൊപ്പമുണ്ട്, എവ്രിതിങ് ഇസ് ദെയർ. ബട്ട് എന്ത് നമ്മൾ കഴിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കുക. ലെറ്റ് മീ സ്റ്റോപ്പ് ഇറ്റ്. സമയം ഒത്തിരിയായി. എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ഞാൻ ആ ടെസ്റ്റിമണീസ് എപ്പോഴോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാര്യം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ അനുഭവങ്ങൾ കൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഹല്ലേലൂയ. അല്ലാതെ എനിക്കൊരു ബൈബിൾ കോളേജ് നോളജോ ഒന്നുമില്ല ദൈവമക്കളെ. ക്ലിയറായിട്ട് ഞാൻ പറയാമല്ലോ, ഒരു തിയോളജി ഒന്നുമല്ല ഞാൻ. എനിക്കെല്ലാ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ്. അന്ന് തൊട്ടേ ഞാൻ വെരി കെയർഫുള്ളാണ്. ഹല്ലേലൂയ. നമ്മൾ എവിടെ നമ്മുടെ സ്വന്തം ഭവനങ്ങളിൽ പോലും ഞാനൊരു എന്താ പറയുക, ഹസ്ബൻഡ് നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊരു എൻ്റെ ഫാമിലി ഇത് വന്നൊരു എൻ്റെ അച്ഛൻ ഫാമിലിക്ക് ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ അറിയാമല്ലോ നമ്മൾ എന്തോരം വിഗ്രഹ അർപ്പിതങ്ങൾ അവിടെ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഐ ആം വെരി കെയർഫുൾ ബിക്കോസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ശരീരം കർത്താവ് നമുക്ക് തന്നേക്കണ ശരീരമാണ് അല്ലേ. നമ്മുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുവാണ്. ദൈവം വസിക്കേണ്ട ഈ ശരീരത്തെ നമ്മൾ ഒരിക്കലും മലിനമാക്കരുത്. അതെപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് ദൈവമക്കളെ. നമ്മൾ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ വിഷമിപ്പിക്കരുത്. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്, വി ആർ ദ ആർക്ക് ഓഫ് ഗാഡ്, വി ആർ ദ ടാബർനക്കിൾ ഓഫ് ഗാഡ്. ഞാനിത് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്തട്ടെ. കോരാബസ്യാന്തര പരിശുദ്ധ പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവേ, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ മെസ്സേജ്, വണ്ടർഫുൾ. ഹല്ലേലൂയ. കർത്താവേ, ഇതൊക്കെ ഞാൻ മറന്നിരുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് എന്നെ ഇത്രയും വർഷം ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഓർപ്പിച്ചതിനായി സ്തോത്രം. ഇത് ആർക്കൊക്കെയോ ഇത് അനുഗ്രഹമായി തീരാൻ പോകുന്നു. അതിനായി സ്തോത്രം കർത്താവേ. ഓറസ് പ്ലീസ് ഗ്രാൻഡ് us daddy a thirst to seek you daddy, not the other things in the world. Orabasika and let us sit at your feet and drink that living water and satisfy our souls daddy. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. മെസ്സേജ് കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മേ. നിങ്ങൾക്ക് സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. സാലും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നാളെ നമ്മുടെ സൂം മീറ്റിംഗ് നടക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനോ ദേവദാസിയായിരിക്കും ശുശ്രൂഷിക്കുന്നത്. എല്ലാവരും കടന്നു വരെ. ഗൂഗിൾ മീറ്റാണ്, നോട്ട് ദ സൂം മീറ്റിംഗ്. സൂം മീറ്റിംഗ് ഞാൻ നിർത്തി, കാരണം അത് ഇടയ്ക്കൊരു ബ്രേക്ക് വരണം. അപ്പോൾ ഗൂഗിൾ മീറ്റ് ആക്കി. സോ നമ്മൾ ഫ്രീ ആയിട്ട് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മീറ്റിംഗ്സ് മുന്നോട്ട് പോകുന്ന എല്ലാം പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുകൊണ്ടാണ്. സോ മീറ്റ് യു ടുമോറോ വിത്ത് അനദർ ബ്ലെസ്സിങ് മെസ്സേജ്. അതുവരെ എല്ലാവരെയും ചെറിയ മറക്കട്ടെ. നാളെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ. ഇഫ് യു ഗോട്ട് എനി prayer request, please call me or send me your prayer request at my number 8138814577. May God bless you all. Bye bye.